അടിപൊളിയാണല്ലോ അല്ലേ? ഇതിന്റെ വില കുറവാണത്. എത്ര? 19 രൂപ ഒരു സ്വിച്ചിന് അല്ലേ? നല്ലൊരു മോഡൽ. സാധാരണക്കാര് കേബിളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഇവിടെ ഉള്ള നല്ല വയറുകൾ രണ്ടെണ്ണം കാണിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ ഒരുപാട് കേബിൾ ഉണ്ട്, ഇതാ കാണുന്നു. ഇത് നമുക്ക് പറഞ്ഞുതരാം. സാധാരണക്കാരന് അറിയേണ്ട വേറൊരു കാര്യമാണ് സിങ്ക് ഒക്കെ ഉണ്ടല്ലോ കിച്ചണിലേക്ക് ആവശ്യമുള്ള. ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്? സിങ്ക് അവരവരുടെ ആവശ്യം നോക്കിയാണ്. അതായത് സിങ്ക് ഒരു ചെറിയ 500 രൂപ മുതൽ 25-30,000 സിംഗിൾ സ്വിച്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇപ്പൊ ഇതൊരു വാങ്ങുന്ന ആള് ഒന്ന് ISI ഉണ്ടോ നോക്കുക അല്ലെ? ഈ പറഞ്ഞ ബ്രാൻഡിനൊക്കെ ISI ഉണ്ടാവും അല്ലെ? സൈഫോണിക്കിന്റെ ഫ്രഷില് വലിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെ? ഇവിടുന്നാണ് വെള്ളം വരുന്നത്. അത് കഴിഞ്ഞിട്ട് ഒറ്റ വലി. ഇവിടെ വെള്ളത്തിന്റെ കുറച്ച് അളവ് കുറയും. അതെ, കറണ്ട് ബില്ല് ലാഭിക്കണം എന്നുള്ള ആൾക്കാര് അത് ഉപയോഗിക്കുക. ഹായ് ഫ്രണ്ട്സ്, വീട് പണിയിൽ പ്ലംബിംഗ് ആൻഡ് വയറിംഗ് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. പ്ലംബിംഗ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ വയറിങ്ങിൻ്റെ കാര്യത്തിലും ഒരുപാട് രീതിയിലുള്ള മെറ്റീരിയലുകളും ഒരുപാട് ബ്രാൻഡിലും വരുന്നൊരു സംഭവമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനും പഠിക്കാനും വേണ്ടിയിട്ട് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂരിലെ ന്യൂ സ്റ്റാർ ഇലക്ട്രിക്കൽ ആൻഡ് പ്ലംബിംഗ് എന്ന സ്ഥാപനത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നൗഷാദ് നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് പ്രൊഡക്റ്റ് മെറ്റീരിയൽസിൻ്റെ ഒക്കെ ഷോപ്പുകൾ നമ്മൾ ആൾ കേരള ബിസിനസ് ട്രിപ്പിൽ ഉൾപ്പെടുത്തി എല്ലായിടത്തുള്ള ഷോപ്പുകളും പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ നാട്ടിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡെക്കോ ഡിസൈനിൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സ്ഥാപനം നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ്. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ പ്ലംബിംഗ് ആൻഡ് വയറിംഗ് സെക്ഷനിലെ ഹോൾസെയിൽ ഷോപ്പാണ്. അതുകൊണ്ട് അങ്ങനെ എല്ലാം അടുക്കും ചിട്ടകളാക്കി വെക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. നൗഷാദ് എന്തൊക്കെയുണ്ട്? നമ്മൾ ഇവിടെയുള്ള ഒരുപാട് പ്രൊഡക്റ്റും മെറ്റീരിയൽസും ഉണ്ട് ഇലക്ട്രിക് ആൻഡ് പ്ലംബിംഗ്. അപ്പൊ ആളുകൾക്ക് ഒരുപാട് സംശയമുണ്ട്, അതൊന്ന് ക്ലിയർ ആക്കി തരില്ലേ? ഓക്കെ, നമ്മളിപ്പോൾ ഉള്ളത് സ്വിച്ചുകളുടെ ഒരു അപൂർവ ശേഖരം എന്ന് പറഞ്ഞ പോലെ എല്ലാ ബ്രാൻഡുകളും നിരത്തി വെച്ചൊക്കെയാണ്. അപ്പോൾ ഓരോ സ്വിച്ചും നമുക്ക് എടുത്തിട്ട് അതിന്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ടാണ്. പേരെന്തായിരുന്നു? നിസാമാണ് നമ്മുടെ കൂടെ ഉള്ളത്. നിസാമെ, നമുക്ക് സ്വിച്ചുകളൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? കുറേ കമ്പനികൾ ഉണ്ടല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണോ? അപ്പോൾ ഏതാ നല്ലത്? ഇപ്പൊ എങ്ങനെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ എന്താ പറയാ? നല്ലത് പറയാൻ, കാരണം ഓരോ ഇലക്ട്രീഷ്യന്മാർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ഓരോ പിന്നെ അത് കസ്റ്റമറാണ് കൂടുതൽ തിരഞ്ഞെടുക്കല്. അതെ, അതിന്റെ ഭംഗിയും കൂടി നോക്കണം അല്ലേ? ഫാമിലിക്ക് വന്നിട്ട് സ്വിച്ചുകളൊക്കെ സെലക്ട് ചെയ്ത് നോക്കല്, ഒരു നോക്കിയിട്ട് ചെയ്യല്. ഇലക്ട്രീഷ്യന്മാർ ചിലർ ഒരു ബ്രാൻഡ് കമ്പനീന്റെ പേര് പറഞ്ഞു കൊടുക്കും, അങ്ങനെ ഉണ്ടാവില്ല, ഒരു സെലക്ട് ചെയ്തിട്ടാണ് ചെയ്യല് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ബ്രാൻഡ് ഒന്ന് കാണിച്ചു തരാൻ പറ്റും. നമ്മൾ ചെയ്യുന്നത് GM ഉണ്ട്, പിന്നെ എല്ലീസ് ഉണ്ട്, പിന്നെ സ്നൈഡർ ഉണ്ട്, പിന്നെ കുറഞ്ഞത് ഐടച്ച്, ഐക്കെ, ഇൻഡോഷന്റെ ക്ലീൻഡ്, ആ മോഡലൊക്കെ ഉണ്ട്. ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അല്ലേ? ഇത് നമ്മളെ GMന്റെ G10 എന്ന മോഡലാണ്. ഇത് GMന്റെ G10. ഓക്കെ, ഒരു സിംഗിൾ സ്വിച്ച് അല്ലേ? ഒരു സിംഗിൾ സ്വിച്ച് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ അതിൽ ഇത് സാധാ സ്വിച്ച് അല്ലേ? 1 വേ സ്വിച്ച്. ഇപ്പോൾ ഇതൊരു വാങ്ങുന്ന ആൾ ഒന്ന് ISI ഉണ്ടോ നോക്കുക അല്ലേ? ഈ പറഞ്ഞ ബ്രാൻഡിനൊക്കെ ISI ഉണ്ടാവും അല്ലേ? അതുപോലെ അതിൻ്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ സാധാരണ ആളുകൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നോക്കണം അല്ലേ? എല്ലാം ഉണ്ടാവും. അതുപോലെ ഇത് മെറ്റൽ എങ്ങനെ? ഇത് കോപ്പർ തന്നെയാണോ എല്ലാം ഉണ്ടാവുക? കോപ്പർ ആണോ വരുന്നത്? രണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ വേറെ ഏതൊക്കെ കമ്പനിയാണ് ഉള്ളത്? ലിഗ്രാൻഡ് അല്ലേ? മയറിസ്. പിന്നെ GM-ന്റെ 45 മോഡലുണ്ട്. ഇത് GM-ന്റെ 45 ആണ്. ഓക്കെ, GM-ന്റെ തന്നെയാണ് 45. ഓരോ കമ്പനി ഓരോ ചെറിയ സ്റ്റൈൽ മാറ്റം അല്ലേ? അത്രേ ഉള്ളൂ ഇതിന്. പിന്നെ ഏതാണ്? എല്ലീസിന്റെ E² ആണ് മോഡലാണ്. E² അല്ലേ? പിന്നെ സ്നൈഡർ. ഇതൊന്നും ഒറ്റ നോട്ടത്തിൽ നമുക്കൊന്നും പറയാനില്ല അല്ലേ? ഇത് സെറ്റ് ചെയ്ത് വെച്ച ഡിസ്പ്ലേയിൽ നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടാം. അതവിടെ ഡിസ്പ്ലേ GM-ന്റെ ഡിസ്പ്ലേ ആണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇങ്ങനെ ഈ രീതിയിലാണ് വരുന്നത് അല്ലേ? സ്നൈഡറിന്റെ ഡിസ്പ്ലേ അല്ലേ ഈ കാണുന്നത്? ക്വാളിറ്റി ഉള്ള മെറ്റീരിയലുകളാണ് ഈ കാണുന്നത് അല്ലേ?
ഇത് GM-ന്റെ G10 മോഡലാണ്. ഇവിടെ GM-ന്റെ G10 ഇത് കുറച്ച് ക്വാളിറ്റി അല്ലെങ്കിൽ കുറച്ച് അടിപൊളിയാണല്ലോ അല്ലേ? ഇതിന്റെ വില കുറവാണത്. 19 രൂപ. എത്ര? 19 രൂപ ഒരു സ്വിച്ചിന് അല്ലേ? നല്ലൊരു മോഡൽ തന്നെയാണ് GM-ന്റെ ഈ ഒരു മോഡൽ. ഇനി അതല്ലാതെ ഇതും GM തന്നെ. ഇത് ലൈറ്റുകൾ അല്ലേ? സ്പോട്ട് ലൈറ്റുകൾ അല്ലേ? സ്പോട്ട് ലൈറ്റ് നമ്മള് പ്രൈസ് സ്റ്റാർട്ടിങ് എത്രയാണ് ഇത് വരുന്നത്? സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ? 2 വർഷം ഗ്യാരണ്ടി ഉള്ളതാണ്. 2 വർഷം ഗ്യാരണ്ടി ഉണ്ട് അല്ലേ? ഓക്കെ. ഇതേതാ? സ്നൈഡറിന്റെ നേരത്തെ കണ്ട ഇതാണ് ക്വാളിറ്റി കൂടിയതായിട്ട് അല്ലേ? ഓക്കെ. ലിഗ്രാൻഡിന്റെ ലിങ്കസർ മോഡല്, പിന്നെ ലിഗ്രാൻഡിന്റെ ആർട്ടിയർ മോഡലിന്റെ മോഡല്. ഓക്കെ. സ്വിച്ചുകൾ ഒരുപാട് മോഡലുകൾ ഉണ്ട് കേട്ടോ. നമ്മൾ തിരഞ്ഞെടുക്കുന്നിടത്താണ് അതിന്റെ കാര്യം കിടക്കണേ. ഇനി ഇതാ അവിടെ കുറെ GM-ന്റെ ഡിസ്പ്ലേ ഉണ്ട്. നമ്മളെല്ലാം കൂടെ ഒന്നും കാണിക്കുന്നില്ല. അവിടെ ഒരുപാട് മോഡലുകളുണ്ട്. അപ്പോൾ നമുക്ക് സ്വിച്ചുകളൊക്കെ പറഞ്ഞത് വളരെ താങ്ക്സ്. ഇനി നമുക്ക് ഇതിൻ്റെ കേബിളുകൾ ഉണ്ടല്ലോ. സാധാരണക്കാർ കേബിളൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് കബളിപ്പിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വയറുകൾ അല്ലെങ്കിൽ കേബിൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കാൻ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുമോ? ഇവിടെയുള്ള നല്ല വയറുകൾ രണ്ടെണ്ണം കാണിച്ച് നമുക്ക് ചെക്ക് ചെയ്യാം. അവിടെ ഒരുപാട് കേബിളുണ്ട്. ഇതാ കാണുന്നു അല്ലേ? ഒരുപാട് കേബിളുണ്ടല്ലോ. ഇതൊക്കെ ഏത് സൈസാ? 4mm അല്ലേ? അപ്പോൾ കോപ്പി ആയിട്ടുള്ള വയർ ഇപ്പോൾ ഒരാൾ സാധാരണക്കാരൻ വന്ന് കടയിൽ നിന്ന്, ഇപ്പോൾ നമ്മളെ കടയിൽ കോപ്പി ഇല്ലാന്ന് 100% ഉറപ്പിക്കാം അല്ലേ? ഓക്കെ. വിത്തൗട്ടിൽ വരുന്നതാണ് കൂടുതൽ ഈ കോപ്പി ആയിട്ട് വരുന്നത്. വിത്തൗട്ട് പറയുമ്പോൾ ടാക്സ് കടത്തി വരുന്നതാണ്. അതിൽ വില കുറയും ചെയ്യും. അപ്പം പ്രൈസ് കുറയുമ്പോൾ തന്നെ നമ്മളൊന്ന് സംശയിച്ച് ചെക്ക് ചെയ്യണം. അത് പെട്ടെന്ന് കണ്ടത് കാരണം ഇത് ഉപയോഗിച്ചതിന് ശേഷം അറിയില്ലത് ഈ കോപ്പർ കടത്തിട്ടൊക്കെ വരിക. ആണോ? പിന്നെ ഇത് ചെക്ക് ചെയ്യാൻ എങ്ങനെ ഒരു ടെക്നിക്ക് ഉണ്ടല്ലോ. ഒറിജിനലിനെ ചെക്ക് ചെയ്യാം. എങ്ങനെ ആക്കി ഇങ്ങനെ വിട്ട് കഴിഞ്ഞാൽ കോപ്പി ഇങ്ങനെ വളഞ്ഞു നിൽക്കും. അതൊരു ശ്രദ്ധിക്കേണ്ട കാര്യം. അതല്ലാതെ വേറെ എന്താണ് നമുക്ക് അറിയപ്പെടേണ്ടത്? ഉള്ളിലുള്ള കേബിൾ ചിലപ്പോൾ വേറെ അതൊക്കെ നോക്കേണ്ടി വരും. ബോക്സ് ആറാറായിരിക്കും. പിന്നെ ഇതുപോലെ സംഭവം വാങ്ങുമ്പോൾ അവരെ ബ്രാൻഡ് അല്ലെങ്കിൽ ഹോളോഗ്രാം ചെക്ക് ചെയ്യാം കേട്ടോ. ഇതിലൊക്കെ ഉണ്ടാവും. അതുപോലെ ചിലതിൽ ബാർകോഡ് ഉണ്ടാവും ചെക്ക് ചെയ്യാൻ. ബാർകോഡ് ഇത് സ്കാൻ ചെയ്തിട്ട് നമുക്ക് ഒറിജിനൽ ആണോ എന്ന് ഉറപ്പ് വരുത്താം. അവരുടെ സൈറ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യാം. അല്ല, എല്ലാ ബ്രാൻഡിനും അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു കാര്യം അവരെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റും. അപ്പം ഒരുപാട് ബ്രാൻഡ് വയറുകൾ കേബിൾസ് ഉണ്ട് അല്ലേ? ഇപ്പോൾ കേബിൾസ് വാങ്ങുകയാണെങ്കിൽ ക്വാളിറ്റിയിൽ നമുക്കറിയാം V-Guardും RR-ഒക്കെ മുന്നിൽ നിൽക്കുന്ന സംഭവം തന്നെ. ഇതല്ലാതെ വേറെ ഏതാ കമ്പനി? അപ്പാറുണ്ട്. ഇതൊക്കെ പ്രൈസ് റേഞ്ച് നോക്കുമ്പോൾ നമുക്ക് കുറഞ്ഞ അല്ലെങ്കിൽ വലിയ ചിലവില്ലാതെ വയറിങ് ചെയ്യാൻ പറ്റുന്ന കേബിൾ ഏതാ? ഫ്ലെക്സലൈറ്റ്. ഇത് നല്ലൊരു കേബിളാണോ? ഇത് അളവൊക്കെ ഒന്ന് തന്നെ ആയിരിക്കും. എത്ര മീറ്റർ ആണ് ഇതെല്ലാം വരിക? 90 മീറ്റർ. 90 മേലെ കൂടി വരുന്നുണ്ട്. കൂടുതലുണ്ട്. ഈ സംഭവങ്ങളാണ് ഒരു സാധാരണക്കാരൻ വയറിങ് ചെയ്യുമ്പോൾ പെട്ടെന്ന്, കാരണം ഒരു കേബിൾ ഒരു പെട്ടിയൊന്നും പോരാ, ഒരുപാട് പെട്ടികൾ വേണ്ടി വരും. അപ്പോൾ പോക്കറ്റ് കാലിയാതെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്ന് ഇത് തന്നെയാണ്, ഫ്ലെക്സോലൈറ്റ് അല്ലേ? ഫ്ലെക്സോലൈറ്റ്. അപ്പോൾ ഈ ഒരു ബ്രാൻഡ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുക. ഒരു ബെഡ്റൂമിൽ ഒരു MCB കണക്കാക്കണം. ചിലർ ഒരു 2 ബെഡ്റൂമിന് ഒരു MCB ആയിട്ട് കണക്കാക്കുക. പിന്നെ AC കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ MCB സെപ്പറേറ്റ് വെക്കണം, പവർ പ്ലഗ് സെപ്പറേറ്റ് വെക്കണം. LCB ഒക്കെ വാങ്ങുമ്പോൾ ISI തന്നെ നോക്കി വാങ്ങണം. ISI പ്രവർത്തിക്കൂല. അതൊരു ഡമ്മി പീസ് ആയിട്ട് നമ്മൾ അതിൽ പേപ്പർ ഉണ്ടാവും, അത് KCB കൊടുത്തൊരു പേപ്പറിന് മാറ്റി ഉപയോഗിക്കണം. അതൊരു അതിന്റെ ഉപയോഗം നടക്കൂല. അതിൽ 400 രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യും LCB. ശരിക്കും വാങ്ങുകയാണെങ്കിൽ നല്ല ISI നോക്കിയിട്ട് വാങ്ങണം. സ്നൈഡർ, GM-ന്റെ എല്ലാ ബ്രാൻഡിലും ഉണ്ട് അല്ലേ? നമ്മൾ ഒരു ബ്രാൻഡിനും പൊക്കി പറയില്ല, എല്ലാ ബ്രാൻഡിലും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റി ഉള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കുക. നമ്മളുള്ളത് ഇവിടെയുള്ള ഹോൾസെയിലായിട്ട് സെയിൽ ചെയ്യുന്ന സാനിറ്ററി അതുപോലുള്ള ഐറ്റംസ് ഒക്കെയാണ് നമ്മൾ അടുത്തുള്ളത്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെ ഒരുപാട് യെല്ലോ ബ്രാൻഡ് അല്ലേ? നിങ്ങളെ ബ്രാൻഡാണ് എല്ലാ ബ്രാൻഡുണ്ട്. ലീഡിംഗ് ബ്രാൻഡ് അത് സെറ, പാരിവെയർ, ജോൺസൺ എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ നോൺ ബ്രാൻഡിന്റെ യെല്ലോ എന്നുള്ള നോൺ ബ്രാൻഡ് നമ്മൾ തന്നെ ചൈനയിൽ നിന്നുണ്ട്, ഗുജറാത്തിൽ നിന്ന് വരുന്നുണ്ട് അല്ലേ? അത് അവിടെ ഉണ്ടല്ലോ. ഇതൊക്കെ യെല്ലോ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇത് യെല്ലോ ബ്രാൻഡാണ്. ഓക്കെ. ഇത് എല്ലാം സെൽഫോണിക് തന്നെ? സെൽഫോണിക് ഉണ്ട്, വാഷ് ഡൗൺ ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ. സെൽഫോണിക്കൊക്കെ നമുക്ക് ഏതൊരു പ്രൈസ് റേഞ്ചിൽ കൊടുക്കാൻ പറ്റും? സെൽഫോണിക്ക് ഇപ്പൊ നമുക്ക് 5000 സ്റ്റാർട്ടിംഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. 5000 സ്റ്റാർട്ടിംഗ് പ്രൈസിൽ കൊടുക്കാൻ പറ്റും. നല്ല പ്രൈസ്. ഇമ്പോർട്ടഡ് അല്ല, അത് ഗുജറാത്തിൽ നിന്ന് വരുന്നത്. ഇമ്പോർട്ടഡ് ആണെങ്കിൽ ഇപ്പം ഇമ്പോർട്ടഡിന് കുറച്ച് റേറ്റ് ഒക്കെ കൂടുതലുണ്ട്.
ഒരു 6,000 മുകളിലായിട്ട് വരും ഇങ്ങനെ കൊടുക്കാൻ പറ്റും. നല്ല ബ്രാൻഡ്, നല്ല ഫിനിഷിംഗ് നല്ലതായിട്ട്. ഇതുപോലുള്ള ക്ലോസറ്റുകളൊക്കെ ഇപ്പോൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സെൽഫോണിക് ആണ്, ചില ആൾക്കാർക്ക് അറിയില്ല, നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് അറിയാൻ കാരണം നമ്മൾ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കോമൺ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം? സൈഫോണിക് ഇപ്പൊ വാഷ് ഡൗൺ ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പോകുന്നത് സൈഫോണിക് തന്നെയാണ്. സെൽഫോണിക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞാല് ഇമ്പോർട്ടറാണ് കുറച്ച് നല്ലത്. ചൈനന്റെ നല്ലത്. ഗുജറാത്തിന്റെ ആകുമ്പോൾ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് മറ്റൊരു ബ്രാൻഡ് ആകുമ്പോൾ അതായത് കുറച്ച് ഇതുണ്ടാവും, ഫിനിഷിങ്ങിനാണ് പ്രശ്നം. ഇതൊക്കെയാണ് ഫസ്റ്റ് വൺ. അപ്പൊ കുറച്ച് മോഡൽ തന്നെ ഉണ്ടാവും, ക്വാളിറ്റി മാറ്റുണ്ട്. ഫിനിഷിങ്ങും ഒന്നുമില്ല, അത് ഹീറ്റിന്റെതാണ് ശരിക്കും. ഇവിടെ നമുക്ക് ഹീറ്റ് ആക്കുന്നതിന് ചൂളൊക്കെ കുറച്ച് കുറവാണ്. ചൈനയിലാകുമ്പോ അത് നല്ല ഹെവി ഹീറ്റിലായിട്ട് വരുന്നത്. പിന്നെ മൊത്തത്തിൽ ക്ലയന്റ് തന്നെ മെറ്റീരിയൽ മാറ്റം നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പൊ അതുപോലെ വേറെന്താ ഇതിന്റെ കളർ ഫീഡ് ആണൊക്കെ നോക്കാണ്ടോ? കളറ് എല്ലാം നല്ല ഏത് ബ്രാൻഡ് കളർ ഫെഡ് അത് ചില പ്രൊഡക്ഷനിൽ പ്രശ്നം വരുന്നതാണ്. എല്ലാ ബ്രാൻഡല്ല ഫെയ്ഡ് ആവുന്നത്. ഫെയ്ഡ് ഇപ്പൊ റീപ്ലേസ് ചെയ്ത് കൊടുക്കും എന്തായാലും. ഇതിപ്പോ വാറന്റി നമ്മൾ സാധാരണ കൊടുക്കില്ല, 5 വർഷം 6 വർഷം 10 വർഷം 10 വർഷം എന്ന് പറഞ്ഞാൽ നമ്മളെ സെറാമിക്കിനാണ് 10 വർഷം. സെറാമിക്കിന് അതിന്റെ ഫിറ്റിംഗ്സിനും 2 വർഷം ഉണ്ടാവും. 2 വർഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഫിറ്റിംഗ്സിൽ ഇതിന്റെ അകത്തൊരു യന്ത്രം വരുന്നുണ്ടല്ലോ, ഒരു സെൽഫോൺ, അതാണ് സാധനം. അതിന്റെ ക്വാളിറ്റി ഇപ്പൊ തിരിച്ചറിയാൻ ഊരി നോക്കാനൊന്നും പറ്റില്ല. നമുക്കിപ്പോ എങ്ങനെ ഇത് വാങ്ങാൻ പറ്റും? അത് ഇവിടെ ഇന്ത്യന്റെ ഇത് വരില്ല. പിന്നെ അതൊക്കെ ഇപ്പൊ കിട്ടുന്നുണ്ട്, മാർക്കറ്റ് അവൈലബിൾ. അത് മാത്രം റീപ്ലേസ് ചെയ്യാം. കംപ്ലൈന്റ് ആണെങ്കിൽ ആ രീതിയിലും ചെയ്യാം. ചെറിയ പ്രൈസിൽ കിട്ടുന്നുണ്ട്, സുഖമായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് വാഷ് ഡൗൺ ആണോ നോക്കുക, അല്ലെങ്കിൽ വാഷ് ഡൗൺ. ഇപ്പൊ മിഡിൽ ഈസ്റ്റിലൊക്കെ അറബികളൊന്നും സൈഫോണിക് ആരും ഉപയോഗിക്കാറന്നില്ല. അവര് വാഷ് ഡൗൺ മാത്രം ഉപയോഗിക്കല്. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ വാഷ് ഡൗണിൽ ഇപ്പൊ പാഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വാഷ് ഡൗൺ ആണെങ്കിൽ അങ്ങോട്ട് അവര് ഫ്ലഷ് അടിച്ചാൽ പോകും. മറ്റേതാകുമ്പം അത് കാണിക്കാം, ഇവിടെ കാണിക്കാം. ഈ സൈഫോണിക്കിന്റെ ഫ്രഷില് വലിച്ചെടുക്കുകയാണ് ചെയ്യുക അല്ലെ. ഇവിടുന്നാണ് വെള്ളം വരുന്നത്, അത് കഴിഞ്ഞിട്ട് ഒറ്റ വലി. ഇത് അറൗണ്ട് ഒരുപാട് മോഡലാണ്, പല ഇത് വരുന്നുണ്ട്. ഇത് അങ്ങോട്ട് അങ്ങോട്ടാണ് സക്ക് ചെയ്ത് ഒറ്റ വലി, അതില് തീരും. അതായത് കുറച്ച് വെള്ളം മതി. ഇത് ചെറുതല്ലേ, മറ്റേ വാഷ് ഡൗൺ വലുതായിരിക്കും. അപ്പൊ വാഷ് ഡൗൺ ഇവിടെ ഇതൊക്കെ എല്ലാം സെൽഫോൺ. ഇത് ശരിക്കും അറിയാൻ പറ്റും, ഇത് ചെറുതാണ് അല്ലെ. അതിന്റെ ഹോള് ചെറുതാണ്. വലുതാവും വാഷ് ഡൗൺ ആവുമ്പോ അല്ലെ. കുട്ടികളെ പാഡ് മറ്റു കാര്യങ്ങൾ ഇടുമ്പോ അത് ബ്ലോക്ക് ആവാൻ ചാൻസ് കൂടുതലാണ്. മിഡിൽ ഈസ്റ്റിലൊന്നും പോവാത്തത്. ഇവിടെ വെള്ളത്തിന്റെ കുറച്ച് അളവ് കുറയും സൈഫോൺ. അതെ, കറണ്ട് ബില്ല് ലാഭിക്കണം എന്നുള്ള ആൾക്കാര് അത് ഉപയോഗിക്കുക. വെള്ളത്തിന് കുറച്ച് ഇതുകൊണ്ടാണ് ഇവിടെ കൂടുതൽ പോകുന്നത്. ഇപ്പം ഒരു നമ്മൾക്ക് ഇവിടുന്ന് ടോട്ടൽ ഇപ്പൊ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിലും ഒരു 100 പീസ് പോവാണെങ്കിൽ ഒരു 5-8 പീസൊക്കെ വാട്ടും. ബാക്കി ഷോപ്പിലാണെങ്കിലും പുറത്ത് സപ്ലൈ ചെയ്യണമെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പൊ ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇനി നമ്മള് ഇതുപോലെ സാനിറ്ററിയിൽ പ്രധാനമായിട്ട് വരുന്ന വാഷ് ബേസിലുകൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ള. ഇപ്പൊ കോമൺ ആയിട്ട് ഇപ്പൊ എല്ലാവരും 12 ഇഞ്ച് അത് വരുന്നത്. 12 ഇഞ്ചിൽ മോഡൽ അവൈലബിൾ കൂടുതൽ കിട്ടുള്ളൂ. നമ്മൾ ഫിറ്റ് ചെയ്യാണ്, പുതിയതൊക്കെ ഫിറ്റ് ചെയ്യുന്നത് 12 ഇഞ്ച്. അതിന്റെ വിഡ്ത്ത് ഈ സ്പേസ് പണ്ട് നമ്മൾ EWC 9 ഇഞ്ചൊക്കെ വെക്കില്ലേ. അപ്പൊ നോർമലി EWC വേണോ അല്ലെങ്കിൽ EWC നമ്മൾ സാധാ യൂറോപ്യൻ ക്ലോസറ്റ്, അപ്പൊ അത് വേണോ അല്ലെങ്കിൽ ഇത് വേണോ ഫിറ്റ് ചെയ്യുന്നത്. ഏതെങ്കിലും ഇഷ്ടമുള്ള ഫിറ്റ് ചെയ്തിട്ട് 9 ഇഞ്ച് വെക്കും. ഈ 9 ഇഞ്ച് എന്താ ഐറ്റംസ് കുറവായിരിക്കും, മോഡൽ കുറവായിരിക്കും. അപ്പൊ 12 ഇഞ്ചാണെങ്കിൽ മോഡൽ ഒരുപാട് മോഡൽ അവൈലബിൾ ആവും. എല്ലാ കമ്പനിയാണ് 12 ഇഞ്ച് ഏറ്റവും കൂടുതൽ മോഡൽ വരുന്നതും പ്രൈസ് ഈക്വൽ തന്നെ ആയിരിക്കും. പക്ഷെ ചിലരെന്ത് ചെയ്യും 9 ഇഞ്ച് 8 ഇഞ്ചിന്റെ പ്രൈസ് കൂടുതൽ വാങ്ങിക്കും. അപ്പൊ അത് പ്രധാനമാണ് 9 ഇഞ്ച് ഒഴിവാക്കിയിട്ട് 12 ആണെങ്കിൽ 12 ഇഞ്ച്. പിന്നെ വാളാങ്ങാണ്, വാളാങ്ങല്ല ഇതാണെങ്കിൽ സിംഗിൾ പീസ് സൂട്ട് ആണെങ്കിൽ ഇത് തന്നെ വെക്കാം. വാളാണെങ്കിലും പിന്നെ അത് വാളാങ്ങൾ 7 9 അന്ന് 10 വരുന്നുണ്ട്. 10 മോഡലില്ല. പണ്ടൊക്കെ വെക്കുകയാണെങ്കിൽ അതിന്റെ സ്ക്രൂ 10 ഇഞ്ച് വെക്കും. ഇപ്പനെ കൺസീൽഡ് ഫ്രഷ് ടാങ്ക് ഗ്രോഹി ഇതൊക്കെ ആണെങ്കിൽ 7 9 വരുന്നുള്ളൂ. പിന്നെ അത് മതി, അതിന് പിന്നെ ആലോചിക്കാല്ല. പക്ഷെ അതും ശ്രദ്ധിക്കാൻ നല്ലതാണ്. അതെ, അത് പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ്. നമുക്ക് പറഞ്ഞുതരാം. സാധാരണക്കാരന് അറിയേണ്ട വേറൊരു കാര്യമാണ് സിങ്ക് ഒക്കെ ഉണ്ടല്ലോ കിച്ചണിലേക്ക് ആവശ്യമുള്ള. ഇത് വാങ്ങുമ്പോൾ എന്തൊക്കെ കാര്യം അതിൽ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുന്നത്? സിങ്ക് അവരവരുടെ ആവശ്യം നോക്കിയാണ്. അതായത് സിങ്ക് ഒരു ചെറിയ 500 രൂപ മുതൽ 14 10 അല്ലേ 25 30,000 ഒരേ അളവ് തന്നെ 18 16 അത് സ്റ്റീലിന്റെ ഇതനുസരിച്ചാണ്. ഒറിജിനൽ SS ആണെങ്കിൽ അത് റേറ്റ് കൂടും. പിന്നെ ഹാൻഡ് മെയ്ഡ് തന്നെ ഹെവി സൈസ് ഈ കാണുന്നൊക്കെ ഇതൊരു മീഡിയം ആണ്.
വളരെ കുറഞ്ഞ വില. ഇതൊക്കെ 2000 സംതിങ് ആണെങ്കിൽ 3000 സംതിങ് വരും. ഹെവിയാണ് കുറച്ച് പറയല്. ഓക്കെ, ഇത് എവിടെ ഹോൾസെയിൽ ഷോപ്പാണ് കേട്ടോ. അപ്പൊ നന്നായിട്ട് ഡിസ്പ്ലേ ഒന്നും ചെയ്യേണ്ട, ആവശ്യമുള്ളവർ വരിക എടുക്കുക പോവാ, അത്രേ ഉള്ളൂ റേറ്റിലാണ് കാര്യങ്ങളിലെ. ഓക്കെ, ഇതില് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രൈസ്? ഇതൊരു ചെറിയൊരു മോഡലാണ്, 16 മോഡലാണ്. ഇത് 2500 2600. ഇത് ഹാൻഡ് മെയ്ഡ് ആണ്, അതുകൊണ്ടാണ് ഹെവിയാണ്, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ വെച്ചാണ് താഴത്തുണ്ട്, ഹോൾസെയിൽ കൊടുക്കലാണ്. രണ്ട് ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ചെയ്യുന്ന ഒരു സ്ഥാപനം കേട്ടോ അത്. സിങ്ക് അങ്ങനെ എല്ലാ മോഡലും ഉണ്ട്. ഇപ്പൊ 18, 16, 17, പിന്നെ 20, 22, 24, 28 അത്ര വരെ വലിയ വലിയ മോഡൽ പോകുന്നുണ്ട്. അത് അവരെ അളവിനനുസരിച്ച് വന്നതനുസരിച്ച് നമ്മൾ കാണിച്ചു കൊടുക്കും. അടി അവിടെ ഉണ്ടത് ഡിസ്പ്ലേ കാണിച്ചു കൊടുക്കും. അതിന് തന്നെ പല ഒരേ മോഡൽ തന്നെ പല റേഞ്ചിന്റെ. ഞാനിപ്പോ ഈ 18, 16 തന്നെ 2-3 റേറ്റിൽ വരും. 2 ഇത് 600 രൂപ മുതൽ 600 ഉണ്ട്, പിന്നെ 1000 വരുന്നത്, 800, 900 ഒക്കെ ഉണ്ട്, 1300, 1500, ഇതിന് 2500. ഇതിന് ബെസ്റ്റ് മോഡൽ 7000 സംതിങ് വരും. ഒറിജിനൽ അപ്പൊ അത് പറയാൻ പറ്റുന്ന സംഭവമാണ്. നമ്മള് മോഡല് അത് ശരിക്കും അറിഞ്ഞു വാങ്ങണം. കസ്റ്റമർ വന്നിട്ട് ഡിസൈഡ് ചെയ്യലാന്നുള്ളു. അവര് ചോദിക്കും കസ്റ്റമർ ഏതാ വേണ്ടത് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കൊടുക്കാന്നുള്ളൂ. അത് ഡീറ്റെയിൽസ് പറഞ്ഞു തരും. വാങ്ങണമെന്നില്ല, നമ്മൾ പറഞ്ഞു കൊടുക്കാം. വാങ്ങിക്കാനും പ്രശ്നമല്ല. സംശയം ഉണ്ടാവില്ലേ? അപ്പൊ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യാം. നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എല്ലാം പറഞ്ഞു കൊടുക്കാം. ഓക്കെ, വളരെയധികം നന്ദി ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു തന്നതിന്.